إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. بسم الله الرحمن الرحيم. قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിയമനിർദ്ദേശങ്ങളെല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന വിശ്വാസികളിൽ അവൻ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിൽ എപ്പോഴും വിജയങ്ങളും നേട്ടങ്ങളും ലഭിക്കണമെന്നും കിട്ടണമെന്നുമൊക്കെ ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യരാകുന്ന നമ്മളെല്ലാവരും. നഷ്ടങ്ങളും പരാജയങ്ങളും ജീവിതത്തിൽ സംഭവിക്കുക എന്നത് ആരും ഒരിക്കലും ഇഷ്ടപ്പെടാറില്ല. അത് മനുഷ്യന്റെ ഒരു പ്രകൃതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ നേട്ടങ്ങളുടെ മാർഗങ്ങൾ എന്തൊക്കെയാണ്, നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള വഴികൾ എന്താണ്, ഏത് ഭാഗത്തിലൂടെയാണ് ലാഭങ്ങൾ കൊയ്യാൻ കഴിയുക എന്നൊക്കെ മനുഷ്യൻ ചിന്തിക്കുകയും അതിന്റെ പിന്നാലെ പോവുകയും ചെയ്യുന്ന ഒരു പ്രകൃതി മനുഷ്യനിക്കുണ്ട്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ നേടിയെടുക്കാനുള്ള മാർഗങ്ങൾ മനുഷ്യൻ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതുപോലെ കോട്ടങ്ങളും നഷ്ടങ്ങളും ജീവിതത്തിൽ വരാതിരിക്കാൻ അവൻ ജാഗ്രത പാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ആലോചിച്ചു നോക്കൂ, ഒരു കർഷകൻ ഭൂമിയിൽ കൃഷി ചെയ്യുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നത് ആ കൃഷിയിലൂടെ അവനിക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടവും ലാഭവും ഉണ്ടാവണം എന്ന് തന്നെയാണ്. ഒരു കച്ചവടക്കാരനാണെങ്കിൽ ആ കച്ചവടക്കാരനും അവന്റെ കച്ചവടം കൊണ്ട് ആഗ്രഹിക്കുന്നത് ആ കച്ചവടത്തിലൂടെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളും ലാഭങ്ങളുമൊക്കെ ഉണ്ടാവണമെന്ന്. ഇത് ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഏത് ജോലികൾ നമ്മൾ എടുത്തു നോക്കിയാലും ആ ജോലികളിലൂടെയൊക്കെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അതിലൂടെ അവനിക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളും സമ്പാദ്യങ്ങളുമൊക്കെ ഉണ്ടാക്കണം എന്നത് തന്നെയാണ്.
ഏത് തൊഴിലിന്റെയും അവസ്ഥ ഇത് തന്നെയാണ്. അവർ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കുക, ലാഭങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് എല്ലാവരും ഉദ്ദേശിക്കാറുള്ളത്. ഇനി നാം ഇതേ അവസ്ഥ വെച്ചുകൊണ്ട് നമ്മുടെ പരലോകത്തേക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. നാം ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ പരലോകത്തേക്ക് വേണ്ടി നമ്മളൊക്കെ ചെയ്യാറുണ്ട്. ധാരാളം നിസ്കാരങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ജമാഅത്ത് നിസ്കാരത്തിൽ കൃത്യമായി പങ്കെടുക്കുന്നു, ജുമാ നിസ്കാരത്തിൽ പങ്കെടുക്കുന്നു. അതുപോലെ സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളമായി നമ്മളൊക്കെ നിർവഹിക്കുന്നു. മയ്യിത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കാറുണ്ട്, ഈദ് നിസ്കാരങ്ങൾ നിർവഹിക്കാറുണ്ട്. ജീവിതത്തിൽ ധാരാളം സുന്നത്തുകളും ഫർളുകളുമായി ധാരാളം നിസ്കാരങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കുന്നു. അതുപോലെ നാം നോമ്പെടുക്കുന്നു, ഹജ്ജ് ചെയ്യുന്നു, അതുപോലെ സക്കാത്ത് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ഇസ്ലാമിന്റെ പല കാര്യങ്ങളും നമ്മളൊക്കെ നോമ്പും ഹജ്ജും സക്കാത്തുമൊക്കെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ മനുഷ്യരൊക്കെ നിർവഹിക്കുന്നു. അതുപോലെ നമ്മൾ പാവങ്ങളെ സഹായിക്കാറുണ്ട്, ദീനീ സദസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്, ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുന്നു, ക്ലാസുകൾ കേൾക്കുന്നു, ഖുർആൻ പാരായണം നടത്തുന്നു, അതുപോലെ ഖുർആൻ ക്ലാസുകളിലൊക്കെ പങ്കെടുക്കുന്നു. ഇങ്ങനെ ധാരാളം സൽപ്രവർത്തനങ്ങൾ മനുഷ്യരാകുന്ന നമ്മളൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ ചില നേട്ടങ്ങളും ലാഭങ്ങളുമൊക്കെ തന്നെയാണ്, പരലോകത്ത് കിട്ടേണ്ട നേട്ടങ്ങളും ലാഭങ്ങളുമൊക്കെ തന്നെയാണ് മനുഷ്യൻ ഉദ്ദേശിക്കുന്നത്. അഥവാ ദുന്യവീ ജീവിതത്തിൽ അവൻ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ചില കർമ്മങ്ങളൊക്കെ, ഇസ്ലാമിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പരലോകത്ത് ചെല്ലുമ്പോൾ എനിക്കവിടെ നേട്ടമുണ്ടാവണം, എനിക്കവിടെ ലാഭമുണ്ടാവണം എന്ന ചിന്തയോടുകൂടെയാണ് മനുഷ്യരൊക്കെ ഈ പ്രവർത്തനങ്ങൾ, ഈ സ്വാലിഹായ സൽക്കർമ്മങ്ങൾ, ഇസ്ലാമിന്റെ ഭാഷയിലുള്ള സൽക്കർമ്മങ്ങളൊക്കെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സൽക്കർമ്മങ്ങൾ ലക്ഷ്യമാക്കുന്നതും അത് തന്നെയാണ്, പരലോകത്ത് വിജയിക്കണം എന്നതിനു വേണ്ടിയാണ്. പക്ഷേ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുമ്പോൾ ആ നഷ്ടങ്ങൾ നികത്താൻ നമുക്ക് പലപ്പോഴും പല മാർഗങ്ങൾ തുറന്നു കിട്ടാറുണ്ട്. ഒരു കച്ചവടക്കാരന് കച്ചവടത്തിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ വന്നാൽ ആ നഷ്ടം പരിഹരിക്കാൻ ചിലപ്പോൾ ദുന്യാവിൽ മറ്റു മാർഗങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വന്നേക്കാം. അല്ലെങ്കിൽ ഒരു തൊഴിലാളി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആ അധ്വാനം മുഴുവൻ നഷ്ടപ്പെട്ടു പോയാൽ, ആ അധ്വാനത്തിന്റെ ഫലങ്ങളൊന്നും അവനിക്ക് അനുഭവിക്കാൻ കഴിയാതെ പോയാൽ അത് മറ്റൊരു ഭാഗത്തിലൂടെയൊക്കെ ഒരുപക്ഷെ അവന് നേടിയെടുക്കാൻ സാധിക്കും. എന്നാൽ പരലോകത്തേക്ക് വേണ്ടി നാം ചെയ്തു വെച്ച കർമ്മങ്ങൾ മുഴുവൻ പരലോകത്ത് നഷ്ടത്തിലേക്ക് സംഭവിച്ചാലോ ഒന്നും അവിടെ അതിന് പരിഹാരം കാണാനോ അത് നേടിയെടുക്കാനോ ഒരു മാർഗവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലയിൽ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ കൃത്യമായി അത് സൂക്ഷിക്കുകയും അത് വേണ്ട രൂപത്തിൽ ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാം ആലോചിച്ച് നോക്കുക, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ നമുക്കൊക്കെ പരിചയമുള്ള ഒരായത്താണ് ഞാൻ ആദ്യത്തിൽ ഓതിവെച്ചത്. അല്ലാഹു തആല ചില ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. അവർ ധാരാളം ചെയ്യുന്നുണ്ട്, പക്ഷേ ചെയ്യുന്നതൊക്കെ പരലോകത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ചില സ്വഭാവം ആളുകളിലുണ്ട്. സൽക്കർമ്മങ്ങളൊക്കെ ധാരാളം ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്ക് ആ സൽക്കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ കഴിയാതെ പരലോകത്ത് അത് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ അവർക്കുണ്ടാകുമെന്നാണ് ആയത്തിലൂടെ അല്ലാഹു തആല നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. സൂറത്തുൽ കഹ്ഫിൽ നമുക്കൊക്കെ പരിചയമുള്ള ഒരായത്താണ്, നാമൊക്കെ വെള്ളിയാഴ്ച പാരായണം ചെയ്യാറുള്ള ഒരായത്താണ്. അല്ലാഹു തആല പറയുന്നു, നോക്കൂ, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ. ഖുൽ നബിയെ, തങ്ങൾ ആ സമൂഹത്തോടൊന്ന് പറഞ്ഞു കൊടുക്കുക. സമൂഹത്തോട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല പ്രവാചകനോട് നിർദ്ദേശിക്കുകയാണ്. എന്താണ് പറയേണ്ടത്? ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാലാ. അമലുകൾ ചെയ്തിട്ട് പരാജയപ്പെട്ട ഒരു വിഭാഗത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അവർ ധാരാളം സൽപ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ചെയ്തെങ്കിലും അതിന്റെ ഒന്നും ഫലം അവർക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല. ആ രൂപത്തിൽ പരാജയപ്പെട്ട ഒരു വിഭാഗം ആളുകളുണ്ട്, അവരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? എന്നിട്ടാണ് ആ വിഭാഗം അല്ലാഹു തആല പറയുന്നു, അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തിദ് ദുനിയ. ദുന്യവി ജീവിതത്തിൽ അവരുടെ അധ്വാനങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ട് അവർ റൂട്ട് മാറി സഞ്ചരിച്ചവരാണ്. ദുന്യാവിൽ അവർ ധാരാളം ചെയ്തിട്ടുണ്ട്, ചെയ്യാത്തത് കൊണ്ടല്ല, ധാരാളം ചെയ്തിട്ടുണ്ട്. പക്ഷേ ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തിദ് ദുനിയ, ഈ ദുന്യവി ജീവിതത്തിൽ അവരുടെ അധ്വാനങ്ങൾ മുഴുവൻ പിഴച്ചുപോയി, പാഴായിപ്പോയി. അവരുടെ റൂട്ടുകൾ മാറിയിട്ടാണ് അവർ സഞ്ചരിച്ചത്. എന്നിട്ടോ വഹും യഹ്സബൂൻ, അവരിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്,
അന്നഹും യുഹ്സിനൂന സുന്ന, അവര് സൽപ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്, അവർ നല്ലവണ്ണം ചെയ്തിട്ടുണ്ട്, നല്ല സൽപ്രവർത്തനങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് എന്ന് അവരിങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ റൂട്ട് മാറിയിട്ടുണ്ട്. അല്ലദീന ളല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ, ഈ ദുന്യവി ജീവിതത്തിൽ അവരുടെ അധ്വാനങ്ങൾ മുഴുവൻ പാഴായി പോയിട്ടുണ്ട്. അങ്ങനെയുള്ള വിഭാഗമാണ് ആ ആളുകൾ എന്ന് അല്ലാഹു തആല ഈ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, എന്താണ് മനുഷ്യൻ ചെയ്ത കർമ്മങ്ങളൊന്നും പരലോകത്ത് അവനിക്ക് ഉപകാരപ്പെടാതെ പോകാനുള്ള കാരണം എന്താണ്? ധാരാളം ചെയ്തതുകൊണ്ട് കാര്യമില്ല, ചെയ്യുന്നതൊക്കെ പരലോകത്ത് ഉപകാരപ്പെടണം. ഇത് ഏത് കാര്യത്തിന്റെയും അവസ്ഥ അങ്ങനെയാണ്. അതിനാണ് ഞാൻ ആദ്യം നിങ്ങളുടെ മുമ്പിൽ ഒരു ഉപമ പറഞ്ഞത്. ദുന്യവി ജീവിതത്തിൽ ഭൗതികമായി നമ്മൾ എന്തൊക്കെ തൊഴിലുകൾ ചെയ്താലും, എന്തൊക്കെ ജോലികൾ നമ്മൾ ചെയ്താലും നമ്മളൊക്കെ ആഗ്രഹിക്കാറുള്ളത് ആ ജോലിയുടെ ഫലം കാണണമെന്നാണ്, അതിന് ഫലം കിട്ടണമെന്നാണ്. അഥവാ ഫലം കിട്ടാതെ പോയാൽ നമുക്ക് വല്ലാതെ വേദന അനുഭവിക്കാറുണ്ട്. ഇതേ രൂപത്തിൽ ആ വേദന അനുഭവിച്ചാലും നമുക്കൊരു പക്ഷേ ഇവിടെ നിന്ന് അതിന് പരിഹാരം കാണാം. എങ്കിൽ പരലോകത്തേക്ക് വേണ്ടി നമ്മൾ ചെയ്തു വെക്കുന്ന സൽക്കർമ്മങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോയാൽ, പരലോകത്ത് അതിന്റെ ഉപകാരം നമുക്ക് കിട്ടാതെ പോയാൽ അത് പരിഹരിക്കാൻ ഒരു മാർഗവുമില്ല. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നു, പരലോകത്ത് മനുഷ്യന്റെ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്താണ്. അത് വ്യക്തമായി ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ റിയാ അഥവാ ലോകമാന്യം കടന്നു വരിക എന്നതാണ്. സൽക്കർമ്മങ്ങൾ അവൻ ചെയ്യുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, അതുപോലുള്ള സൽപ്രവർത്തനങ്ങളൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പ്രവർത്തനത്തിലേക്ക് റിയാ കടന്നു വന്നാൽ ആ റിയായിനാൽ ആ സൽക്കർമ്മം മുഴുവൻ ദുഷിച്ചു പോകുന്നു. അവൻ കണക്കാക്കുന്നത് അവൻ നല്ല പ്രവൃത്തിയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും പരലോകത്ത് ഉപകരിക്കുകയില്ല. ഒന്നാമത് ആയിട്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് റിയാ എന്നതാണ്, അഥവാ ലോകമാന്യം എന്ന് പറയുന്ന ആ രൂപം. അത് നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിലേക്ക് എങ്ങാനും കടന്നു വന്നാൽ ആ അമലുകൾ മുഴുവൻ അത് നിഷ്ഫലമായി പോകും. നാം അമലുകൾ ചെയ്യുമ്പോൾ നമ്മൾ അർത്ഥമാക്കേണ്ടത് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഏത് സൽപ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ നിസ്കരിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ആവണം നിസ്കരിക്കേണ്ടത്. നോമ്പെടുക്കുമ്പോഴും അതുപോലുള്ള സൽക്കർമ്മങ്ങൾ മുഴുവൻ ഒരു പാവപ്പെട്ടവനെ നമ്മൾ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പരലോകത്ത് അതിന്റെ പ്രതിഫലം നമ്മുടെ ഏടിലേക്ക് വരണമെങ്കിൽ അതിലും നമ്മുടെ ഉദ്ദേശം വജ്ഹുള്ള അള്ളാഹുവിന്റെ വജ്ഹായിരിക്കണം. അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അത് പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന ചില ആളുകളെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ആ വിചാരണ ചെയ്യുന്ന ആളുകൾ ഉത്തമമായ അമലുകളൊക്കെ ചെയ്തവരാണ്. അവരുടെ കാഴ്ചയിൽ അവർ നല്ല അമലുകളെല്ലാം ചെയ്തവരാണ്. പക്ഷേ പരലോകത്ത് ആ അമലുകളൊന്നും ഉപകരിക്കാതെ അവരെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന കാര്യം ഹദീസിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അതിൽ ഒന്നാമത് പറയുന്നത് ഒരു ഷഹീദായ മനുഷ്യനാണ്. ഒരു ഷഹീദായ മനുഷ്യൻ ഇസ്ലാമിന് വേണ്ടി സമരങ്ങളെല്ലാം ചെയ്ത് അവസാനം യുദ്ധത്തിൽ ഷഹീദായിക്കൊണ്ട് ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ആ മനുഷ്യന് നാളെ പരലോകത്ത് കൊണ്ടുവന്നിട്ട് അല്ലാഹു തആല, നിനക്ക് ഞാൻ ഇന്ന രൂപത്തിലുള്ള ആയുസ്സൊക്കെ നൽകിയിട്ടുണ്ടല്ലോ, നീ എന്താണ് ചെയ്തത് എന്ന് ആ മനുഷ്യനോട് പറയുമ്പോൾ, മാദാ അമിൽ തഫി, എന്റെ വിഷയത്തിൽ നീ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ കൃത്യമായി അള്ളാഹുവിനോട് മറുപടി പറയുന്നത്, അള്ളാഹുവെ, ഞാൻ നിന്റെ ദീനിനു വേണ്ടി സമരം ചെയ്തു, യുദ്ധത്തിൽ മുന്നിൽ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. ആ മുന്നിൽ നിന്നുകൊണ്ട് ശത്രുക്കളോട് പടപൊരുതിയിട്ട് എന്നെ ആ ശത്രുക്കൾ കൊലപ്പെടുത്തിയിട്ട് രക്തസാക്ഷിയായിട്ടാണല്ലോ ഞാൻ ഈ പരലോകത്ത് വന്നിട്ടുള്ളത് എന്ന് മനുഷ്യന് പറയാനുള്ള ഏറ്റവും വലിയ ഉത്തമമായ അമലാണ് ആ മനുഷ്യൻ അള്ളാഹുവിന്റെ മുമ്പിൽ പറയുന്നത്. അഥവാ ഇസ്ലാമിന് വേണ്ടി പടപൊരുതിയിട്ട് രക്തസാക്ഷിത്വം വഹിച്ച ആളാണ് ഞാൻ. അന്ന് ആ മനുഷ്യൻ പറയുന്ന സമയത്ത് അള്ളാഹു അവനോട് പറയുന്നത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, കദബ്ത, നീ കളവാണ് പറഞ്ഞത്. അള്ളാഹു തആല ആ മനുഷ്യനോട് പറയുന്നു, കദബ്ത, നീ കളവാണ് പറഞ്ഞത്. നമ്മുടെ ഭാഷയിൽ ആ മനുഷ്യൻ നല്ല രൂപത്തിൽ ആളുകളോട് ശത്രുക്കളോട് പടപൊരുതി വിജയിച്ചവനായിരിക്കാം. പക്ഷേ അള്ളാഹുവിന്റെ അടുത്ത് അള്ളാഹുവാണ് ഉള്ളുകള്ളി അറിയുന്ന ആൾ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് ആ മനുഷ്യന്റെ ഉള്ളിലുള്ള അവസ്ഥ എന്താണെന്നറിയാം. അതുകൊണ്ട് അള്ളാഹു ആ മനുഷ്യനോട് പറയുന്നു, കദബ്ത, നീ കളവാണ് പറഞ്ഞത്. ലാകിന്നക ഖതൽത ലിയുഖാല ഇന്നക ജരീ,
നീ അവിടെ പടപൊരുതിയത്, ആ ശത്രുക്കളോട് നീ പടപൊരുതിയത്, നീ ഒരു ധീരനാണ്, നീ ഒരു ധൈര്യവാനാണ് എന്ന് ആളുകൾ പറയണമെന്ന ഉദ്ദേശത്തോടു കൂടെയായിരുന്നു. അതവിടെ പറയപ്പെട്ടു പോയല്ലോ. ഇനി ഇവിടെ നിനക്ക് പ്രതിഫലത്തിന്റെ ആവശ്യമൊന്നുമില്ല. നീ ഉദ്ദേശിച്ചത് അതാണല്ലോ, ദുന്യാവിൽ 4 ആളുകൾ എന്നെ കുറിച്ചൊന്ന് നല്ലത് പറയട്ടെ എന്നാണല്ലോ നീ ഉദ്ദേശിച്ചത്. അത് ആ ദുന്യാവിൽ പറയപ്പെട്ടു പോയല്ലോ. ഇനി ഇവിടെ നിനക്ക് പ്രതിഫലത്തിന് അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ നാളെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. രണ്ടാമത് വിചാരണ ചെയ്യപ്പെടുന്ന മറ്റൊരു മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ ഖുർആനും ഹദീസുകളും ഒക്കെ പഠിക്കുകയും പാരായണം ചെയ്യുകയും എന്നിട്ട് അത് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട മനുഷ്യനെ കുറിച്ചാണ്. അദ്ദേഹത്തെ ഹാജരാക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് തഅല്ലംതുൽ ഖുർആന വഅല്ലംതു, ഞാൻ ഖുർആൻ പഠിക്കുകയും അത് ആളുകൾക്ക് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അല്ലാഹു തആല അദ്ദേഹത്തോടും പറയുന്നത് കദബ്ത, നീ കളവാണ് പറഞ്ഞത്. നീ അത് പറയുന്നതിൽ, നീ അത് ചെയ്തതിൽ നിനക്ക് പിന്നിലൊരു ഉദ്ദേശമുണ്ടായിരുന്നു. എന്താണ്? ആളുകൾ നിന്നെക്കുറിച്ച് നീ ഒരു നല്ല കാര്യമാണ്, അല്ലെങ്കിൽ നീ നല്ലൊരു പണ്ഡിതനാണ് എന്നൊക്കെ ആളുകൾ പറയണം, അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ നീ ഒരു വിവരമുള്ളവനായി അറിയപ്പെടണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് നീ ആ കർമ്മങ്ങളെല്ലാം ചെയ്തത്. അതുകൊണ്ട് അതൊക്കെ അവിടെ നിന്ന് ആളുകളുടെ ഇടയിൽ നിന്ന് നിനക്ക് അതിന്റെ ആ രൂപത്തിലുള്ള പ്രതികരണങ്ങളെല്ലാം ആളുകളിൽ നിന്ന് നിനക്ക് കിട്ടിയല്ലോ. ഇനി ഇവിടെ നിനക്ക് അതിന്റെ പ്രതിഫലത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെയും നാളെ പരലോകത്ത് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തരുന്നു. മൂന്നാമതായി പ്രവാചകൻ പറയുന്ന ആള് നോക്കൂ, ഒരു ധനികനായ ഒരു വ്യക്തിയെയാണ് മഹാനായ പ്രവാചകൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരു സമ്പന്നനായ വ്യക്തി, അയാളുടെ വിഷയം പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല നാളെ പരലോകത്ത് അയാളോട് ചോദിക്കും, നിനക്ക് നാളെ ധാരാളം സമ്പത്തുകളൊക്കെ ഞാൻ നൽകിയിരുന്നല്ലോ, ഞാൻ നൽകിയ സമ്പത്തിൽ എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ ധൈര്യമായി അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹുവെ, നിന്റെ വിഷയത്തിൽ ഞാൻ ധാരാളം ധർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പലതിനും ദീനിയായ രൂപത്തിലൊക്കെ ഞാൻ പല സഹായങ്ങളും നൽകിയിട്ടുണ്ട്, അവശരായ ആളുകളെ ഞാൻ സഹായിച്ചിട്ടുണ്ട്, പാവപ്പെട്ട എത്രയോ ആളുകൾക്ക് ഞാൻ വീടെടുത്തു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള സൽക്രമങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം അള്ളാഹുവിനോട് പറയുന്ന സമയത്ത് അദ്ദേഹത്തോടും അള്ളാഹു പറയുന്നത് കദബ്ത, നീ കളവാണ് പറഞ്ഞത്. എന്താണ് നീ ചെയ്തതിന്റെ പിന്നിൽ നീ ഉദ്ദേശിച്ചത്? അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അള്ളാഹു തആല അദ്ദേഹത്തോട് പറയുന്നത് ലാകിന്നക ഫഅൽത ലിയുഖാല ജവാദ്, നീ അത് ദുനിയാവിൽ ചെയ്തിട്ടുണ്ട്, ശരിയാണ്, നീ ധാരാളം സൽക്കർമ്മങ്ങളും സദഖകളും അതുപോലുള്ള സംഭാവനകളൊക്കെ നീ ചെയ്തിട്ടുണ്ട്, പക്ഷേ ലിയുഖാല ഇന്നക ജവാദ്, നീ ഒരു ധർമ്മിഷ്ഠനാണ്, നീ ആളുകൾക്കൊക്കെ ഉപകാരം ചെയ്യുന്നവനാണ് എന്നൊരു കേളി, എന്നൊരു പേര് നിനക്ക് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് നീ അന്നത് അവിടെ ചെയ്തത്. അതവിടെ നിന്ന് നിനക്ക് കിട്ടിയില്ലേ? ആളുകൾ നിന്നെക്കുറിച്ച് അതൊക്കെ പറഞ്ഞില്ലേ? ഇനി ഇവിടെ നിനക്ക് പ്രതിഫലത്തിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെയും അല്ലാഹു തആല നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഈ സംഭവത്തിൽ പ്രവാചകൻ നമ്മെ അറിയിക്കുന്നത് 3 പ്രധാനപ്പെട്ട അമലുകളാണ്. ഒന്ന് ഷഹീദിന്റെ അമല്. നമുക്കൊക്കെ അറിയാം, ഷഹീദിന്റെ അമലാണ് അമലുകളിൽ വെച്ച് ഏറ്റവും വലിയ അമലെന്ന് പറയുന്നത്. രണ്ടാമത് ആളുകൾക്ക് ഇൽമുകൾ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിക്കുന്നു, ഖുർആൻ പഠിക്കുന്നു, അതും അമലുകളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു അമലാണ്. മൂന്നാമത് സാമ്പത്തികമായി ആളുകളെ സഹായിക്കുന്നു, അമലുകളിൽ ഉയർന്നു നിൽക്കുന്ന ചില അമലുകൾ തന്നെയാണ്. ഈ 3 അമലും പരലോകത്ത് ഉപകാരപ്പെടാതെ പോയതിന്റെ പിന്നിലുള്ളത് പണ്ഡിതന്മാർ ഈ ഹദീസിലൂടെയൊക്കെ പഠിപ്പിച്ചത് അയാൾക്കതെല്ലാം നഷ്ടപ്പെട്ട് പരലോകത്ത് അതൊക്കെ ചെയ്തിട്ടും പരലോകത്ത് നഷ്ടത്തിൽ അകപ്പെടേണ്ടി വന്നത് റിയാ അഥവാ ലോകമാന്യം എന്നുള്ള ആ പ്രവർത്തനം, അല്ലെങ്കിൽ ആ ഒരു ചിന്ത മനുഷ്യന്റെ കർമ്മങ്ങളിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ് എന്നാണ് പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അതുകൊണ്ട് നാമൊക്കെ കൃത്യമായി മനസ്സിലാക്കേണ്ടത്, ഏത് അമലുകൾ നമ്മളൊക്കെ ചെയ്യുമ്പോഴും അത് ആളുകളെ സഹായിക്കുന്നതായാലും എന്തെങ്കിലും നല്ല കാര്യത്തിലേക്ക് നാം എന്തെങ്കിലും കൊടുക്കലാണെങ്കിൽ പോലും നമ്മൾ അതുകൊണ്ടൊക്കെ ആഗ്രഹിക്കേണ്ടത് പരലോകത്തെ പ്രതിഫലമാണ്. അതിനൊക്കെ നമുക്ക് പരലോകത്ത് നമ്മുടെ മീസാൻ കനമായി വരണം. മീസാൻ കനം തൂങ്ങാനുള്ള സൽക്രമങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അതിനൊരിക്കലും നമ്മൾ ഭൗതികമായ രൂപത്തിലുള്ള പ്രതിഫലങ്ങൾ ആഗ്രഹിച്ചു പോകാൻ പാടില്ല. അങ്ങനെ ആഗ്രഹിക്കുമ്പോഴാണ് ഇതൊക്കെ പരലോകത്ത് ഉപകാരപ്പെടാതെ പോകുന്നതിനാൽ
അതുകൊണ്ടൊക്കെ നമുക്ക് നഷ്ടമായി മാറുന്നു എന്നതാണ് ഈ ഹദീസിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരിക്കൽ മഹാനായ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നു, ഖറജ അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വനഹ്നു നതദാക്കറു ദജ്ജാൽ. ഞങ്ങൾ ഒരിക്കൽ കൂടിയിരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ദജ്ജാലിനെ കുറിച്ചുള്ള സംസാരമാണ് ഞങ്ങൾ ആ സമയത്ത് സംസാരിക്കുന്നത്. അവസാന നാളി ലോകത്ത് പ്രത്യക്ഷപ്പെടുന്ന ദജ്ജാലിനെ കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ പല രൂപത്തിൽ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് പ്രവാചകൻ ഞങ്ങളിലേക്ക് വരുന്നത്. ഈ സമയത്ത് പ്രവാചകൻ ഞങ്ങൾ ഈ സംസാരിക്കുന്ന സംസാരം കേട്ടിട്ട് പ്രവാചകൻ ഞങ്ങളോട് പറഞ്ഞത്, ഫഖാല അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനദ് ദജ്ജാൽ. നിങ്ങൾ പേടിക്കുന്ന ഈ ദജ്ജാൽ ഉണ്ടല്ലോ, ഈ ദജ്ജാലിനേക്കാളും ഞാൻ നിങ്ങളുടെ വിഷയത്തിൽ പേടിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ, ഖുൽനാ ബലാ യാ റസൂലല്ലാഹ്, ഇതിനേക്കാളും ദജ്ജാലിനേക്കാളുമൊക്കെ നമുക്ക് ഉപദ്രവമായി നമ്മൾ പേടിക്കേണ്ട കാര്യം എന്താണ് പ്രവാചകരെ എന്ന് ഞങ്ങൾ പ്രവാചകനോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് തന്ന മറുപടി അശ്ശിർകുൽ ഖഫി, അവ്യക്തമായി നിലകൊള്ളുന്ന ശിർക്ക് എന്നതാണ്. അവ്യക്തമായി നിലകൊള്ളുന്ന ശിർക്ക് എന്നതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് കാണാം. അഥവാ ലോകമാന്യം ഏത് അമലുകൾ ചെയ്യുമ്പോഴും ആ അമലിൽ മറ്റൊരു ഉദ്ദേശം വരുമ്പോൾ അത് ആ മറ്റൊരു ഉദ്ദേശത്തെ അമലിൽ പങ്കാക്കലാണ്. അമലിൽ പങ്കു ചേർത്തുകൊണ്ട് അതിനാണ് റിയാവ് എന്ന് പറയുന്നത്. നിസ്കരിക്കുമ്പോൾ നാം ഉദ്ദേശിക്കുന്നത് ഞാൻ കൃത്യമായി പള്ളിയിൽ വരുന്ന ആളാണെന്ന് ആളുകൾ പറയണം. ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അത് റിയാവ് കലർന്ന അമലായി മാറും. അല്ലെങ്കിൽ ഒരാൾ നിസ്കരിക്കുന്നു, ആ നിസ്കരിക്കുന്നത് മറ്റൊരാൾ നോക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഒന്നുകൂടി നന്നാക്കി നിസ്കരിക്കുന്നു. അതുവരെ നന്നാക്കണമെന്ന ചിന്തയൊന്നും അയാൾക്കില്ല. എന്നാൽ ആളുകൾ കാണുന്നുണ്ടെന്ന് കാണുമ്പോൾ ഒന്നുകൂടി നന്നാക്കി, ആളുകൾ എന്റെ നിസ്കാരം കാണുന്നുണ്ട് എന്നെങ്ങനെ ചിന്തിച്ച് ആ ചിന്ത അങ്ങനെ അങ്ങോട്ട് പോവുക. ഇതൊക്കെ അമലുകളിലേക്ക് റിയാവ് കടന്നു വരുന്ന രൂപങ്ങളാണ്. അല്ലെങ്കിൽ ഒരു ഭാഗത്തിരുന്ന് അയാൾ ഖുർആൻ ഓതുകയാണ്, ആ ഓതുന്ന സമയത്ത് അയാളെ ഓത്ത് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അയാൾ ആ സമയത്ത് ഇല്ലാത്തൊരു ഇഖ്ലാസോട് കൂടിയിട്ട് അയാളുടെ ഇഖ്ലാസ് ഈ ആളിലേക്ക് നീങ്ങുന്നു. ഇതാണ് ഷിർകുൽ ഖഫി, അവ്യക്തമായി നിലകൊള്ളുന്ന ഷിർക്ക് എന്ന് പറയുന്നത്. എന്നിട്ട് അത് പ്രവാചകൻ വിശദീകരിക്കുന്നു. ആ ഹദീസിൽ തന്നെ കാണാം, ഒരു മനുഷ്യൻ നിസ്കരിക്കുകയായിരുന്നു. നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്താണ് മറ്റൊരാൾ അയാളുടെ നിസ്കാരം നോക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഫയുസയ്യിനു സലാത്തുഹു, ഇയാളുടെ നിസ്കാരം ഭംഗിയാക്കി നിസ്കരിക്കുന്നു. എന്തിനു വേണ്ടി? ലിമായുദരിക്കു മിൻ നളിരി റജുൽ, ആ മനുഷ്യന്റെ നോട്ടത്തിൽ നിന്ന് ഇയാൾക്കൊന്ന് കിട്ടാനുണ്ട്, അത് ഉദ്ദേശിച്ചുകൊണ്ട് ഇയാളുടെ നിസ്കാരം നന്നാക്കുന്നു. എങ്കിൽ ഇത് ഷിർകുൽ ഖഫിയാണ്, ലോകമാന്യമാണ്, റിയാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗർ അർറിയാ, ഞാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായി പേടിക്കുന്ന ഒരു കാര്യമുണ്ട്, അതാണ് ഈ ഷിർകുൽ ഖഫി, അവ്യക്തമായി നിലകൊള്ളുന്ന ഷിർക്ക് എന്ന് പറയുന്നത്. ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാളും നിഗൂഢമായ രൂപത്തിലായിരിക്കും മനുഷ്യന്റെ അമലുകളിലേക്ക് ഷിർക്കുകൾ അല്ലെങ്കിൽ ഈ റിയാകൾ കടന്നു വരിക എന്ന കാര്യം നമ്മളൊക്കെ കൃത്യമായി മനസ്സിലാക്കണം. അതുകൊണ്ട് അമാലുകൾ ചെയ്യുമ്പോൾ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് പരലോകത്ത് ഇതിനൊക്കെ പ്രതിഫലം കിട്ടണമെന്ന ചിന്തയോടുകൂടെയായിരിക്കണം നമ്മളൊക്കെ അമലുകൾ ചെയ്യേണ്ടത്. ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ കൃത്യമായി ഉണ്ടാവണം. അല്ലാതിരുന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുന്യാവിൽ കോട്ടങ്ങൾ സംഭവിച്ചാൽ നികത്താൻ മാർഗങ്ങൾ ഉണ്ടായേക്കാം. എങ്കിൽ പരലോകത്തേക്ക് വേണ്ടി ഇത്രയും കാലം അമലുകൾ ചെയ്തിട്ട് അത് പരലോകത്ത് ഉപകാരപ്പെടാതെ പോയാൽ അവിടെ ആ നഷ്ടം നികത്താൻ ഒരു മാർഗവും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ അമലുകൾ ചെയ്യുമ്പോൾ കൃത്യമായി അതിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ട് പരലോകത്ത് ഇതെനിക്ക് ഉപകാരപ്പെടാനുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഷർത്തുകളും അതിന്റെ ഫർളുകളും ഒക്കെ പാലിച്ചുകൊണ്ടാണ് അമാലുകൾ നാം ചെയ്യേണ്ടത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ മുഴുവൻ കാര്യങ്ങളും യഥാർത്ഥ രൂപത്തിൽ നിർവഹിച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്തിൽ നിന്ന് വിട പറയുന്ന സത്യവിശ്വാസികളിൽ നാം ഏവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, നാം പറഞ്ഞു വന്നത്
ജീവിതത്തിൽ നമ്മളൊക്കെ ചെയ്യുന്ന സൽക്രമങ്ങൾ നാളെ പരലോകത്ത് ഉപകാരപ്പെടണമെങ്കിൽ അതിൽ റിയാ കലരരുത് എന്നതാണ്. കലർന്ന അമലുകളൊക്കെ പരലോകത്ത് നഷ്ടമാകും എന്നതാണ് ഈ ഹദീസുകളിലൂടെ ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ റിയാ വരിക എന്നതാണ് അമലിനെ ഫസാദാക്കുന്ന അല്ലെങ്കിൽ അമലിനെ ദുർബലപ്പെടുത്തുന്ന നഷ്ടപ്പെടുത്തുന്ന കാര്യമെങ്കിൽ, രണ്ടാമത്തെ കാര്യമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് മുത്താബത്തുർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനോട് പിൻപറ്റിക്കൊണ്ടായിരിക്കണം ഏത് സൽക്രമങ്ങളും ചെയ്യേണ്ടത് എന്നതാണ്. അഥവാ പരലോകത്ത് നമുക്ക് അമാലുകൾക്ക് പ്രതിഫലം കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് ഏത് രൂപത്തിലാണോ നമ്മോട് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത് അതേ രൂപത്തിൽ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോഴാണ് അതിന്റെ പ്രതിഫലം നമുക്ക് പരലോകത്ത് കിട്ടുകയുള്ളൂ. പ്രവാചകന്റെ സന്ദേശമില്ലാത്ത അല്ലെങ്കിൽ പ്രവാചകൻ കൽപ്പിച്ചതിന് വിരുദ്ധമായി അതിന് എതിരായ രൂപത്തിലാണ് ഒരാൾ കർമ്മങ്ങൾ നിർവഹിക്കുന്നത് എങ്കിൽ അതും പരലോകത്ത് ഒരിക്കലും മനുഷ്യന് ഉപകാരപ്പെടുകയില്ല എന്ന് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂഫയിലെ പള്ളിയിൽ നിൽക്കുന്ന സമയത്ത്, പ്രവാചകന്റെ കാലത്തിന്റെ ശേഷം കൂഫയിലെ പള്ളിയിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രഗത്ഭനായ സ്വഹാബിയാണ്. പ്രവാചകനിൽ നിന്ന് ദീൻ കൃത്യമായി മനസ്സിലാക്കിയ സ്വഹാബിയാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ കൂഫയിലെ പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ ചില ആളുകൾ കൂടിയിട്ട് കൂട്ടമായിരുന്നിട്ട് ദിക്ർ ചൊല്ലുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ഒരു പ്രത്യേക ഭാവത്തിൽ ഒരു പ്രത്യേക രൂപത്തിലൊക്കെ കൂടിയിരുന്നിട്ട് എന്തൊക്കെയോ ചൊല്ലുന്നു. ഒരാളുകൾ നേതൃത്വം കൊടുക്കുന്നു, മറ്റുള്ളവർ അതിനെ അനുകരിച്ച് ചെയ്യുന്നു. ഈ രൂപം മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹം അവരെ പള്ളിയിൽ നിന്ന് ഇറക്കിവിട്ടു. എന്നിട്ട് അദ്ദേഹം അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? അവർ പറഞ്ഞു, നുരീദുൽ ഖൈർ, ഞങ്ങൾ ഖൈറായ കാര്യം, പരലോകത്ത് പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചില ഖൈറായ കാര്യങ്ങൾ, നല്ലതായ കാര്യങ്ങളാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞത്, കമ്മി മുരീദിൽ ഖൈരി ലം യുസിബു, എത്രയോ ഖൈർ ഉദ്ദേശിച്ചുകൊണ്ട് ആളുകൾ പല പ്രവൃത്തിയും ചെയ്യും, പക്ഷേ അതൊന്നും അവർക്ക് ഖൈറായി പരലോകത്ത് കിട്ടുകയില്ല മക്കളെ എന്നാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞത്. എന്താണ് അതിന് അദ്ദേഹം കാരണം പറഞ്ഞത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീൻ എങ്ങനെയാണ് എന്നത് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദീനിലൂടെയാണ് നമ്മളൊക്കെ പോവേണ്ടത്. അല്ലാതെ നമുക്ക് തോന്നിയ രൂപത്തിൽ നമ്മളൊക്കെ പലതും ചെയ്തു കൂട്ടിയിട്ട് അതൊക്കെ ദീനിലുള്ളതാണ് എന്ന് പറയുമ്പോൾ അതൊന്നും പരലോകത്തൊരിക്കലും ഉപകാരപ്പെടുകയില്ല. അതിനാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതായി ഹദീസിൽ കാണാം. ഖത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖത്തം മുസ്തഖീമ, ഒരിക്കൽ പ്രവാചകൻ അവിടുത്തെ ഭൂമിയിൽ നേരായ ഒരു വര വരച്ചു. എന്നിട്ട് ഫഖാല ഹാദാ സബീലുല്ലാഹി മുസ്തഖീമ, പ്രവാചകൻ പറഞ്ഞു, ഇതാണ് അള്ളാഹുവിന്റെ നേരായ റൂട്ട്. പ്രവാചകൻ ഒരു വര വരച്ചിട്ട് അവരോട് പറയുകയാണ്, ഹാദാ സബീലുല്ലാഹി മുസ്തഖീമ, ഇതാണ് അള്ളാഹുവിന്റെ നേരായ റൂട്ട്. ആ റൂട്ട് ഇതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടാണ് തറക്തു ഫീക്കും അംറൈനി ലൻ തളില്ലു മാ തമസ്സകും ബിഹിമ, ആ റൂട്ട് കൃത്യമായി നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളിൽ നിന്ന് വിട പറയുന്നത്. അതുകൊണ്ട് ആ റൂട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണമെന്ന് മഹാന്മാരായ സ്വഹാബത്തിനെ പഠിപ്പിച്ചു. എന്നിട്ട് പ്രവാചകൻ ആ റൂട്ടിന്റെ സൈഡ് ഭാഗത്തേക്കാക്കി. തുമ്മ ഖത്ത ഖുതൂതൻ അൻ യമീനിഹി വശിമാലി, ആദ്യം വരച്ച വരയുടെ രണ്ട് ഭാഗത്തേക്കും വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കുമായിട്ട് ചെറിയ ചില വരകളും പ്രവാചകൻ വരച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, ഹാദിഹി സുബുൽ, ഇത് പല മാർഗങ്ങളും വഴികളുമാണ്. ലൈസ മിന്നാ സബീലുൻ ഇല്ലാ അലൈഹി ശൈത്വാനു യദു ഇലൈഹി, ഈ ഓരോ റൂട്ടിലും ആ റൂട്ടിലേക്ക് വലിക്കാൻ വേണ്ടിയിട്ട് ശൈത്താൻ ആ റൂട്ടിൽ കാത്തിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതാ ഒരു റൂട്ട് കാണിച്ചു തന്നിരിക്കുന്നു. ആ റൂട്ടിലൂടെ മാത്രമേ നിങ്ങൾ പരലോകത്തേക്ക് പോവാൻ പാടുള്ളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ടാണ് നമ്മോട് പ്രവാചകൻ വിട പറഞ്ഞത്. അതുകൊണ്ട് വിഷയത്തിന്റെ ഗൗരവം കൃത്യമായി നമ്മളൊക്കെ മനസ്സിലാക്കണം. ഏത് സൽക്കർമ്മങ്ങൾ നമ്മൾ പരലോകത്ത് പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതാണോ അതിനൊക്കെ പ്രവാചകന്റെ ഒരു മാതൃക വേണം എന്ന കാര്യം നമ്മുടെ ചിന്തയിലുണ്ടാവണം. നമ്മൾ നിസ്കരിക്കുന്നു, എന്തുകൊണ്ടാണ് നിസ്കരിക്കുന്നത്? പ്രവാചകൻ നമ്മോട് അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചു, ഇന്ന രൂപത്തിലാണ് നിസ്കരിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായി പഠിപ്പിച്ചു തന്നു. നാം ഖുർആൻ പാരായണം ചെയ്യുന്നു, അതുപോലുള്ള സദഖകൾ ചെയ്യുന്നു, അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുന്നു, നോമ്പ് നോൽക്കുന്നു, നാം മയ്യിത്ത് നിസ്കരിക്കുന്നു,
മയ്യിത്ത് കുളിപ്പിക്കുന്നു, മയ്യിത്ത് കഫൻ ചെയ്യുന്നു. ഇങ്ങനെ ധാരാളം കർമ്മങ്ങൾ ഇസ്ലാമിൽ പരലോകത്ത് പ്രതിഫലം കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. എല്ലാം അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃകയുള്ളതാവണം. എങ്കിൽ മാത്രമേ പരലോകത്ത് അതിന് പ്രതിഫലമുള്ളൂ എന്നതാണ് മുത്താബഅത്തുർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിനോട് പിൻപറ്റിക്കൊണ്ട് അമലുകൾ ചെയ്യണമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നതിന്റെ താല്പര്യം അതാണ്. അല്ലാതെ നമുക്ക് നല്ലതാണെന്ന് തോന്നിയിട്ട് ഇസ്ലാമിൽ ഒരു അഡ്രസ്സുമില്ലാത്ത പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ പരലോകത്ത് അതൊന്നും ഉണ്ടാവുകയില്ല എന്നാണ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലൂടെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക. അതുകൊണ്ട് റിയാ അമലിലേക്ക് വരാതിരിക്കുക. അതോടൊപ്പം നമ്മൾ സൽക്രമങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ പിൻബലം ഇതിനുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ടായിരിക്കണം ഏത് സൽക്രമങ്ങളും ചെയ്യേണ്ടത് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ പ്രവാചകന്റെ സുന്നത്തുകൾ അനുസരിച്ച് ജീവിക്കാനും ആ സുന്നത്തുകൾ മുറുകെ പിടിച്ച് മുന്നോട്ടു പോവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ മുഴുവൻ തെറ്റുകളും അല്ലാഹു തആല നമുക്ക് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ എല്ലാം രോഗങ്ങൾ അല്ലാഹു തആല വേഗത്തിൽ സുഖപ്പെടുത്തി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ മുഴുവൻ ആളുകളുടെയും പരലോക ജീവിതം അല്ലാഹു റാഹത്തും ബറക്കത്തും നിറഞ്ഞതാക്കി കൊടുക്കുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أحسن عواقبنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي فيها معادنا، وجعل الحياة زيادة لنا في كل خير، وجعل الموت راحة لنا من كل شر. اللهم مغفرتك أوسع من ذنوبنا ورحمتك أرجى عندنا من أعمالنا. اللهم خفف عنا ثقل الأوزار وارزقنا معيشة الأبرار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.